തിരുമല വെങ്കടേശ്വര സ്വാമിയെ കുറച്ചുപേർ ബാലാജി എന്നും കുറച്ചുപേർ വെങ്കടേശ്വര സ്വാമി എന്നും ഇനി കുറച്ചുപേർ ബാലാ ത്രിപുര സുന്ദരി എന്നും വിളിക്കാറുണ്ട്. ആഗും ഭാഷയിൽ തിരുമല ഗർഭാലയത്തിലുള്ള മൂലവീരാട്ടിനെ ഹർഷാവതാരം എന്നും പറയും. കാരണം വെങ്കടേശ്വര സ്വാമി സ്വയം വന്നു നിന്ന ദൃശ്യമാണത്. രാവിലെ സ്വാമി ബാലകന്റെ രൂപത്തിലും ഉച്ചയ്ക്ക് യൗവനത്തിലും രാത്രി പ്രായമായവരുടെ രൂപത്തിലുമാണ് ദർശനം തരുക. രാവിലെ സ്വാമിയെ ദർശിച്ചാൽ ദേഹകാന്തി, നല്ല വിദ്യ. ഉച്ചയ്ക്ക് ദർശിച്ചാൽ യൗവനത്തിനു വേണ്ട നല്ല പുഷ്ടി, നല്ല സ്വഭാവം. രാത്രി ദർശിച്ചാൽ സദ്ബുദ്ധി, ആധ്യാത്മിക ചിന്ത എന്നിങ്ങനെ കിട്ടുമെന്ന് ആഗമശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. സ്വാമി സ്വയംഭൂ മൺവന്ത്രത്തിൽ ദിവ്യമായ മുഹൂർത്തത്തിൽ അവതരിച്ചു. ആ സമയത്ത് ബ്രഹ്മാദി ദേവതകൾ സ്വാമിയെ ദർശിക്കുവാൻ വന്നു. അപ്പോൾ ചതുർമുഖ ബ്രഹ്മ എല്ലാവർക്കും വേണ്ടി ഭൂലോകത്തിൽ മാനവ കല്യാണം നടത്തുവാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ വെങ്കടേശ്വര സ്വാമി, ഞാൻ ഈ വൈവസ്വത മൺവന്ത്രത്തിൽ എന്നുവെച്ചാൽ കലിയുഗം കഴിയുന്നതുവരെ ഈ ഭൂലോകത്തിൽ തന്നെ ഉണ്ടാകുമെന്നും ഇവിടെ മനുഷ്യർ ആശകളും ആവശ്യങ്ങളും പറഞ്ഞു വരുന്നവർക്ക് അത് സാധിച്ചു കൊടുക്കുമെന്നും, എന്നാൽ കോടിക്കണക്കിന് ആളുകൾ അവരുടെ ആവശ്യങ്ങളുമായി വരുമ്പോൾ ചിലർ മാത്രം നിഷ്കളങ്കമായ ഭക്തിയോടെ നീ തന്നെ വേണം സ്വാമി, ജ്ഞാനം വേണം എന്നും പറഞ്ഞു വരും. ആ ഭക്തരെ എൻ്റെ കാൽക്കൽ നിർത്തി രക്ഷിച്ച് ലാസ്റ്റ് എന്നിലേക്ക് ഐക്യം ചെയ്ത് അവർക്ക് മാത്രം ഞാൻ വൈകുണ്ഠത്തിൽ എങ്ങനെ ഇരിക്കുമെന്ന് ദർശിക്കുവാനുള്ള ഭാഗ്യം കിട്ടും എന്ന് ആഗമശാസ്ത്രത്തിൽ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഭഗവാനെ കാണുവാൻ പോകുമ്പോൾ വേണ്ടത് നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ് എന്നതിൻ്റെ നിദർശനമാണിത്.